ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിന്റെ 589 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം 20-ാമത്തെ തിരുവചനമാണ്. ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്, സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. എല്ലാവരേക്കാളും മികച്ചവനാകേണ്ട ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ളവരെ കളിയാക്കുവാൻ വേണ്ടിയിട്ടാണ് അവൻ കൂടുതൽ സമയവും ചിലവഴിച്ചത്. തന്നേക്കാൾ ചെറിയവരായ ആരെയും അവൻ ശല്യപ്പെടുത്തുന്നു. തന്നേക്കാൾ മികച്ചവരെന്ന് തനിക്ക് തോന്നുന്നവർക്കെതിരെ അവൻ കിംവദന്തികൾ പ്രചരിപ്പിക്കും. അവരെ മോശക്കാരായി ചിത്രീകരിക്കുവാനായിട്ട് ഉത്സാഹം കാണിക്കും. താൻ മറ്റുള്ളവരെക്കാളും മികച്ചവനാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് അവൻ ഇതൊക്കെയും ചെയ്തത്. പലപ്പോഴും നമ്മുടെ അഹങ്കാരം നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. എന്നാൽ നമ്മുടെ കർത്താവ് യേശു തമ്പുരാൻ നമുക്ക് നൽകുന്നതായ പാഠം മറ്റൊന്നാണ്. തൻ്റെ അരികിൽ വന്നവരെ കുറിച്ചൊക്കെയും ആഴത്തിൽ ചിന്തിച്ചവനാണ് യേശു തമ്പുരാൻ. തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് അവരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചവനാണ് യേശു തമ്പുരാൻ. മാത്രമല്ല, ഒരു കുറ്റവാളിയെ പോലെ നമുക്കെല്ലാവർക്കും വേണ്ടി കാൽവരിയിലെ കുരിശിൽ യാഗമായി തീരുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഇത്രയധികം ചെയ്തപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി അല്പമായിട്ടെങ്കിലും ചെയ്യുവാൻ നമുക്ക് സാധിക്കില്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ പഠിക്കുമ്പോഴും ഭിന്നതയുണ്ടാക്കുന്നതിന് പകരമായി സമാധാനം ഉണ്ടാക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്ന ഒന്നുണ്ട്. വചനം പറയുന്നത് പോലെ സമാധാനം ആലോചിക്കുന്നവർക്കോ അവർക്ക് പ്രത്യേകമായ ഒരു സന്തോഷമുണ്ട്. ദൈവത്തിന് മാത്രം നൽകുവാൻ സാധിക്കുന്ന സന്തോഷം. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദോഷം നിരൂപിക്കുന്നവരുടെ കൂട്ടത്തിൽ ആകാതെ സമാധാനം ആലോചിക്കുന്നവരുടെ കൂട്ടത്തിൽ, സമാധാനം ഉണ്ടാക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ആകണമേ. അതിനുള്ള കൃപ എനിക്ക് നൽകണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ.